ലൈസൻസും കരസ്ഥമാക്കിയ റംസാൻ 245 മണിക്കൂറോളം ആകാശം കീഴടക്കിയ റംസാനായാണ് നമ്മുടെ ഈ മദ്രസയിൽ എത്തിച്ചേർന്നത്. റംസാനാക്കി ഇവിടെ നിന്ന് പോകണം. ഫ്ലൈറ്റ് പറത്താൻ പൈലറ്റ് ആകാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ അധ്യയനം നടത്തുന്ന റംസാന ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പറും ഈരാറ്റുപേട്ട നെയ്നാരുപള്ളിയുടെ പ്രസിഡന്റുമായ ഹാജി പി മുഹമ്മദ് സക്കീർ അവர்களാണ്. അദ്ദേഹത്തെ നമ്മുടെ മദ്രസയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ പുത്തമ്പള്ളിയുടെ പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് സാലിഹ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദിവസം ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥി തന്നെ ഈ മദ്രസ നൽകുന്ന ഒരു വലിയ സന്ദേശത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനാണ്. എത്രത്തോളം നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ലഭ്യമാകുന്ന ഉയരങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന പ്രതിഫലം അത് നാളെ നമുക്ക് ലഭ്യമാക്കുന്നത് ഉയരങ്ങളിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ സൃഷ്ടാവാണ്. ഇപ്പോ കാലടി വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങൾ ഇറങ്ങുന്നത് നമുക്ക് റോഡിൽ നിൽക്കുമ്പോൾ കാണുവാൻ കഴിയും. അത് പറന്ന് ഇറങ്ങുന്നതിന് വേണ്ടി താഴ്ന്നു പറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വാഹനം നിർത്തി കണ്ടിട്ടാണ് ഞാൻ എന്തോ വലിയ ഒരാശ്ചര്യമാണ്, ആഗ്രഹമാണ്, കൗതുകമാണ്. ഇപ്പോഴും വിമാനത്തിന്റെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ മുറ്റത്തിറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കൽ അത് കുട്ടിക്കാലത്ത് തന്നെയുള്ള ആ അന്നത്തെ ആ കൗതുകം ഇന്നും ഈ പ്രായത്തിലും നിലനിൽക്കുകയാണ്. ഒരു പൈലറ്റ് വിമാനം പറത്തുന്നത് ആ വിമാനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ലോകവ്യാപകമായി നിശ്ചയിക്കപ്പെട്ട റൂട്ടിലൂടെയാണ്. അല്ലെങ്കിൽ വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കാനിടയാകും. എത്ര വലിയ ഒരു നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള സംവിധാനത്തെയാണ് അവർ നിയന്ത്രിച്ചുകൊണ്ട് ആകാശത്തുകൂടി സഞ്ചരിച്ചു പോകുന്നത്. അതിന് എത്രമാത്രം വലിയ എക്സ്പീരിയൻസ് ആവശ്യമാണ്, എത്ര വലിയ കഠിനാധ്വാനം ആവശ്യമാണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയി വിമാനം പറത്തുവാനുള്ള പരിശീലനം സിദ്ധിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ലൈസൻസ് കരസ്ഥമാക്കിയ ആ കുട്ടിക്ക് ഇപ്പോൾ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളേക്കാൾ ഒരു പൊക്കം വളർന്നാൽ ഏതാണ്ട് വലിയ വ്യത്യാസം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രായത്തിൽ ഈ ഉയരങ്ങൾ കീഴടക്കാൻ ഒരു പെൺകുട്ടിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കാത്തതായി എന്താണുള്ളത്? സർവശക്തനായ അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകൾ നമ്മൾ യഥാവിധി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുവാൻ കഴിയും. അല്ലാഹു മനുഷ്യരെ തന്നെയാണ് അല്ലാഹു പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തല്ലാതെ ആകാശത്തു നിന്നും അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളെയോ അല്ലെങ്കിൽ ജിന്നുകളെയോ അല്ല മനുഷ്യന് വേണ്ടി തെരഞ്ഞെടുത്തത്. മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെ അവർക്ക് ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങളുമുള്ള ഭാര്യ സന്താനങ്ങളുള്ള ആ പ്രവാചകന്മാരെയാണ് അല്ലാഹു മനുഷ്യരായ വ്യക്തികളെ തന്നെയാണ് പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള മഹത്വം വളരെ വലുതാണ്. അത് കേൾക്കുന്നതിലൂടെ അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ ഭാവി തലമുറയിൽ നമുക്ക് സ്വസ്ഥമായി ഇനി ജീവിക്കണമെങ്കിൽ പരിശുദ്ധമായ ദീനുമായുള്ള ബന്ധം കുട്ടികൾക്ക് ഉണ്ടാകാത്തിടത്തോളം നമ്മൾ വലിയ നിരാശ ബാധിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായിത്തീരും. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ മകനാണ്. വെറും 37 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ മൂന്നാം ക്ലാസ്സിൽ A+, 1 ക്ലാസ്സിൽ A+ ഷമീർ, 3-ാം ക്ലാസ്സിൽ A+ സൽഖാൻ, 1-ാം ക്ലാസ്
ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് സെക്കൻഡ്, UKG ക്ലാസ്സിൽ ക്ലാസ് ടോപ്പർ, UKG ക്ലാസ്. അടുത്തതായി അസ്സലാമലൈക്കും. ചായ കുടിച്ചാ? ഇല്ലേ? അതെന്താ? സമയമില്ലായിരുന്നു. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച താജുൽ ഇസ്ലാം അറബിക് സ്കൂളിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എന്റെ ചെറുപ്പകാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവുക എന്നുള്ളത്, അതായത് ഒരു 9ാം ക്ലാസ് മുതല്. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാനിങ്ങനെ ആഗ്രഹം പറയുന്നത് ഒരു 11ാം ക്ലാസ് 12ാം ക്ലാസ് ആവുമ്പോ ആദ്യം തന്നെ എന്റെ ഉമ്മാനോടാണ് ഞാൻ ആഗ്രഹം പറഞ്ഞത്. വാപ്പാനോട് പറഞ്ഞു, പക്ഷെ വാപ്പ വളരെ സപ്പോർട്ടായിരുന്നു. കാരണം വാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ അത് പൈസയുടെ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. അങ്ങനെ പിന്നെ ഉമ്മാനോട് പറഞ്ഞു, എല്ലാ ഉമ്മമാരെ പോലെ ഒരുപാട് ടെൻഷനും ചെറിയ കാര്യങ്ങളും മതി ആൾക്ക് ടെൻഷൻ ആവാനൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരാൾ തന്നെയാണ് എന്റെ ഉമ്മായും. അപ്പൊ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കുന്ന ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു ആൾക്ക്. പിന്നീട് അങ്ങനെ പറഞ്ഞ് ആളെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ സൗത്ത് ആഫ്രിക്കയില് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് മുന്നേ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. പോയി ഞാൻ അവിടുത്തെ എന്റെ ഫ്ലൈയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളോ എന്ന് പറഞ്ഞൊരു ഫ്ലൈയിങ് ഉണ്ട്. ആ ഒരു ടൈമില് നമ്മള് വിമാനം ഒറ്റക്ക് പറത്താനായിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ടർ, നമ്മളുടെ ടീച്ചർ നമ്മളെ അപ്രൂവ് ചെയ്ത് വിടുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോയി ഒറ്റക്ക് വിമാനം പറത്തി ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ ഉമ്മാനെ ആദ്യം തന്നെ വീഡിയോ കോൾ ചെയ്ത്. അപ്പോ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബാഡ്ജ് പോലെ അവരിടുന്നത്, പല സ്ട്രൈപ്പായിട്ട് ഓരോ വരയായിട്ട്. അപ്പൊ ഒറ്റ വര കിട്ടുന്നത് നമുക്ക് സോളോ കിട്ടി കഴിയുമ്പോഴാണ്. അങ്ങനെ അവര് ആ ഒറ്റ വര ഇടുകയും അതേപോലെ തന്നെ എനിക്ക് ഇൻസ്ട്രക്ടർമാരെല്ലാരും ഷെയ്ക്ക് ഹാൻഡും ഒക്കെ തന്നു. അപ്പൊ അത് എന്റെ ഉമ്മ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മാക്ക് വളരെ സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരാള് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തുന്നു. കാരണം ഉമ്മാക്ക് പേടി ഉണ്ടായിരുന്നു, ചിലപ്പോ ഡ്രോപ്പ് ചെയ്ത ആള് തിരിച്ചു വരുമോ, താങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി. അപ്പൊ ആ ഒരു മൊമെന്റ് ഉമ്മ കണ്ടു കഴിഞ്ഞപ്പോ ഉമ്മക്ക് ഒരുപാട് സന്തോഷായി. അതിനുശേഷം എന്നെ ഏറ്റവും കൂടുതൽ ഏതൊരു ഫേസിലൂടെ ഞാൻ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് പടച്ചോനോട്. കാരണം പടച്ചോനില്ലാണെങ്കിൽ എന്റെ ഇപ്പൊ വീട്ടിൽ സംബന്ധിച്ചാല് എന്തൊക്കെ പൈസ ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പഠിച്ചോ വിചാരിച്ചില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞതും ഈ ഒരു പൈലറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പഠിച്ചവനായിട്ട് ക്ലോസ് ആയതും ഈ പൈലറ്റ് പഠിക്കാൻ പോയപ്പോ ഒറ്റക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കാരണം എനിക്ക് ഈജിപ്തിൽ നിന്നൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞു തരും. ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഈ ഒരു പൈലറ്റ് എന്നുള്ള ഒരു കരിയർ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോ അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് എന്റെ ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോ എല്ലാവരും, എല്ലാ പിള്ളേരാണെങ്കിലും ആളുകളാണെങ്കിലും ഒരു വിമാനത്തിന്റെ സൗണ്ട് കേട്ടാൽ ഓടി പുറത്ത് ചാടി അത് ഏതാണെന്ന് കാണാനുള്ള കൗതുകമുള്ളവരാണ്. അതേപോലെ തന്നെയായിരുന്നു ഞാനും. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഞാൻ നിൽക്കുമെന്ന്. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും. അതേപോലെ തന്നെ എന്റെ പടച്ചവനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ എന്റെ കൂടെ ഇത്രയും നാള്, അതായത് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന എന്റെ ഉമ്മാനോടും എന്റെ വാപ്പാനോടും എന്റെ സഹോദരങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
പങ്കെടുത്തിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി അവസാനിച്ചുകൊണ്ടിരിക്കും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ റംസാന